സാധനം സംഭവിച്ചു. കാരണം ഈ സമയത്ത് വൈഫ് 2 കാലിന്റെ മുട്ടിനും വേദന കാരണം നടക്കാനോ ഇരിക്കാനോ മേലെ. വണ്ടിക്കകത്ത് പഠിപ്പിക്കാനും വരും. അമ്പിളിമാടമാണ് എന്റെ വൈഫ്, അറിയാൻ എല്ലാവർക്കും. പുള്ളിക്കാരി ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ഇതിന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ചാമ്പ്യൻ തൈലോ വേദന ജെല്ലും തന്നു. എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് പുരട്ടി നോക്ക്, അതിനുശേഷം നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു 1-2 ആഴ്ച പുരട്ടി പറഞ്ഞ പോലെയൊക്കെ ചെയ്തപ്പോഴത്തേനും കാലിന്റെ വേദന കുറഞ്ഞു തുടങ്ങി. അപ്പൊ എനിക്ക് ഒന്നും കൂടി മനസ്സിലായി ഇത് നല്ല പ്രോഡക്റ്റ് ആണ്. ഉടനെ തന്നെ ഞാൻ ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു എനിക്ക് ഈ പ്രോഡക്റ്റ് കൂടുതൽ ഉപയോഗിക്കണം, അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പം പറഞ്ഞു ഞാനൊരു ID ക്രിയേറ്റ് ചെയ്ത് തരാം, കമ്പനിയിൽ നിന്ന് നേരി വാങ്ങിച്ചു ഉപയോഗിച്ചു, ഞങ്ങൾക്ക് ലാഭമൊന്നും വേണ്ട, അപ്പം ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ് അവതരിച്ച് വന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ആരും എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നോ ഒന്നുമല്ല. അതൊരു കോള് കയറി വരുന്നുണ്ട്, ശബ്ദം വരുന്നു. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞാന് അങ്ങനെ ഇത് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടില് എനിക്ക് എൽഹാർട്ട് വാങ്ങിച്ചു, അത് ഉപയോഗിക്കാൻ തുടങ്ങി. 95 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, അതിനെക്കുറിച്ച് എനിക്ക് അന്ന് കിട്ടിയ വിശദീകരണം ഇത്രയേ ഉള്ളൂ. ക്ഷീണം വരാതെ ഇരിക്കും, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ക്ഷീണം വരാതെന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ ഓർത്തു ഞങ്ങൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊള്ളുന്ന ആൾക്കാരില്ല, അന്നേരം ക്ഷീണം എന്നും വന്ന് മടുത്താ വന്ന് വീട്ടിൽ വരുന്നത്. അപ്പൊ അത് വരികയെന്ന് പറഞ്ഞപ്പോ 95 വാങ്ങിച്ച് ഉപയോഗിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ ഒരു 42 വയസ്സ് സമയത്ത് എന്റെ കൈക്ക് ഒരു ആക്സിഡന്റില്, അതായത് ഞാനൊരു സ്ഥലത്ത് വീണപ്പോ താഴ്ചയിലേക്ക് വീണപ്പോ സൈഡില് ഞങ്ങളുടെ തന്നെ ബസ്സിന്റെ ഗ്ലാസ് കട്ട് ചെയ്തത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഗ്ലാസ്സിൽ കൊണ്ട് എന്റെ കയ്യുടെ ഒരു കുറെ ഭാഗം കീറിപ്പോയത്. ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം, നോക്കൂ. ഈ കയ്യാൽ ഒരു വലിയ പാട് കാണാം, ഇതുണ്ടോ? ഇത്രയും വലിയ ഒരു ചെറിയ മുറിവാന്ന് തോന്നും. ഒരു 42 സ്റ്റിച്ചിന്റെ ചെറിയ മുറിവേ ഉള്ളായിരുന്നു. അപ്പൊ ഈ 42 സ്റ്റിച്ചിന്റെ മുറിവ് കഴിഞ്ഞപ്പോൾ എന്റെ ഈ കൈക്ക് സ്വാധീനം ഇല്ലാതെ വന്നു. കാരണം നെർവ്സ് എല്ലാം കട്ടായി പോയായിരുന്നു. ഒരു 5.5 മണിക്കൂർ നേരത്തെ മൈക്രോവാസ്കുലർ സർജറിയോട് കൂടിയിട്ടാണ് കഷ്ടിച്ച് കൈവിരലൊക്കെ. അപ്പൊ അന്ന് ഈ കൈവിരല് ഇതിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കും ഈ വിരല്. ബാക്കി വിരലിന് ഒന്നും സെൻസേഷൻ ഇല്ല, മരവിച്ചിരിക്കുക. കാരണം ഇതൊക്കെ ചൂടുവെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൊമളച്ചു വരുമല്ലാതെ പപ്പടം കൊള്ളി വരുന്നവരെ വരും. പക്ഷെ എനിക്ക് യാതൊരു സെൻസും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലിരുന്നു. അങ്ങനെ 10 വർഷം ഞാൻ ഈ കൈ കൊണ്ട് നടക്കുവാണ്. കഷ്ടിച്ച് ഇങ്ങനെ കൈക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ചോറ് വാരി പോലും ഉണ്ണാൻ പറ്റില്ല. ഞാൻ ചോറൊക്കെ വാരുന്ന ഇങ്ങനെ കൂട്ടി വാരി വായിലോട്ട് പൊത്തിക്കൊണ്ടിരിക്കുന്നത്. കുറെ കാലം ഇടത് കൈക്കായിരുന്നു ചോറ് ഇട്ടോണ്ടിരുന്നത്. അപ്പൊ ഈ വിരൽ ഇങ്ങനെ ഇരിക്കും എപ്പോഴും. ഇത് ചോദ്യചിഹ്നമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ഇനി ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയുള്ളൂ, ഇത് ശരിയാകിയല്ല എന്ന് പറഞ്ഞ് ഇരുന്നപ്പോ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 95 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഈ 95 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോ ഈ കൈക്കകത്ത് ഞൊട്ട കേൾക്കില്ല. നമുക്ക് പറയുന്നത് ഓക്സിജന്റെ ലെവൽ കയറുമ്പോഴാണ് ഞൊട്ട ഇങ്ങനെ ടക്ടക്കെന്ന് ഒച്ച കേൾക്കുന്നത്. ജോയിൻസിലേക്ക് ഓക്സിജന്റെ അളവുണ്ടെങ്കിൽ ഇത് കേൾക്കുള്ളൂ. അപ്പൊ ഈ 95 കഴിച്ചു തുടങ്ങിയപ്പോ ഈ ഞൊട്ട കേട്ടു തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ കേൾപ്പിക്കാൻ ഇങ്ങനെ സൗണ്ട് കേൾക്കും. കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്തോ ഒരു ഗുണം നമ്മുടെ കയ്യിലേക്ക് ദൈവം സഹായിച്ച് വരുന്നുണ്ട്. അപ്പം കയ്യിൽ ഇങ്ങനെ ഈ രക്തത്തിന്റെ ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കഴിക്കുന്നുണ്ട്. നേരെ മിക്കവാറും പ്രോഡക്റ്റ് ഒക്കെ കഴിക്കുക. അപ്പൊ ഈ വെറുതെ ഒരു ഒഴുക്ക് പോലെയൊക്കെ ഇങ്ങനെ കൈക്കകത്ത് വരുന്നുണ്ട്. കയ്യിലെ വിരലിനൊരു ചെറിയ സ്വാധീനം കിട്ടുന്നവരെ തോന്നി. പിന്നെ മരവിപ്പ് മാറി. പൈപ്പിലെ വെള്ളം കയ്യാൽ വീണ തണുപ്പറിയാറായി. അങ്ങനെ കുറേശ്ശെ വന്നു. അപ്പൊ ഞാനിത് നിർത്താതെ കഴിച്ചു. അന്ന് ഞാൻ ലീഡേഴ്സിനോട് ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ഈ 95 നിർത്താൻ കഴിച്ചു. ഇപ്പൊ നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് എന്റെ കൈ ചുരുട്ടും. ഇതുണ്ടോ? ഈ കൈ ചുരുട്ടാൻ പറ്റുന്നു, കൈ നൂർക്കാൻ പറ്റുന്നു, കൈക്ക് ബലമായി. ഈ ഒരൊറ്റ കാര്യമാണ് എന്നെ ഈ ബിസിനസ് അവസരത്തിലേക്ക് പിടിച്ചു നിർത്താനുണ്ടായ ഒരു കാര്യം. ഇത് ഒരു 95 എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ എത്രത്തോളം വലിയൊരു മാഹാത്മ്യമാണെന്നുള്ളത് പിടിച്ചു പോകുന്ന കാര്യം തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ് ഞാൻ അനേകം ആൾക്കാർക്ക് 95 കൊടുത്തിട്ടുണ്ട്. സംസാരിക്കാത്ത ഒരു സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഞങ്ങള് കോട്ടയത്ത് വെച്ച് കണ്ടു. അങ്ങനെ സ്ട്രോക്ക് വന്ന് പുള്ളിക്ക് മിണ്ടാൻ പറ്റ. അപ്പൊ ഞാൻ അവിടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ പുള്ളിയുടെ പേര് ചോദിച്ചപ്പോൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ പറയുന്നത് നമുക്ക് തിരിയല. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മാനശക്തിമാന്, അതുപോലെ 95, അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ്, ബ്ലഡ് പ്യൂരിഫയർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെൽഹാർട്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞു.
ഏതായാലും കൊടുത്തു. അദ്ദേഹം 1.5 മാസം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പം പുള്ളിയുടെ വീട്ടിലിരുന്ന് പുള്ളി കൈയൊക്കെ താളം പിടിച്ച് കാണിച്ചു. അന്നേരം ഞാനുണ്ട്, രാജേഷ് സാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി നന്നായിട്ട് പാട്ട് പാടുന്ന സ്വഭാവമുള്ള ആളാണ്. അപ്പൊ പുള്ളി എന്നെ 1000 പാദസ്വരങ്ങളൊക്കെ പാടി കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ വരെ എടുത്തു വെച്ചു. കാരണം നമ്മളെ ഒരു വലിയ റിസൾട്ട് ആയിരുന്നത്. കാരണം അദ്ദേഹം അത് കഴിഞ്ഞ് ഇപ്പം സ്വന്തമായിട്ട് ഒരു വീട്ടിൽ നിന്ന് റോഡിൽ പോയി നടക്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ അന്ന് ഞാൻ കൊടുത്തതെന്ന് പറയുന്നത് വെൽഹാർട്ട്, മഹാശക്തിമാന്, 95 ന്യൂട്രലൈഫ്, പിന്നെ കുറച്ച് പ്രോട്ടീൻ പവർ കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ദിവസം ഒരു റിസൾട്ട് കിട്ടി. എനിക്ക് എന്തോ ഒരു ഫുഡിന്റെ ഒരു പെട്ടെന്ന് ഭക്ഷണം കഴിച്ചതിന്റെ തോന്നുന്നു പെട്ടെന്ന് വയറിനൊരു വേദനയും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പൊ വയറിന് വേദന ഉണ്ടായിട്ട് നമ്മള് സാധാരണ ഗതിയിൽ നമുക്ക് വയറ്റിളക്കോ വയറ്റി സുഖയുടെ ഒക്കെ വന്ന ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകും. അവിടുന്ന് ഒരു ഗുളിക തരും. മിക്കവാറും അവർ ലാസിക് എന്ന് പറഞ്ഞൊരു ഗുളികയായിരിക്കും തരുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. സ്ഥിരമായിട്ട് നമുക്ക് ഈ വയറ്റിലിരിക്കുന്ന പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ഗുളിക പിന്നെ വാങ്ങിച്ച് കഴിച്ചു തുടങ്ങും. അതുപോലെ ഉള്ള ഒരു പ്രശ്നം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ ഡെയിലി ഡീറ്റോസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് എടുത്ത് 2 എണ്ണം വെച്ച് കഴിച്ചു. ഈ 2 ടാബ്ലറ്റ് ഡെയിലി ഡീറ്റോസ് കഴിച്ചു കഴിഞ്ഞപ്പം വയറ്റിന് നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴും ഈ വേദന അങ്ങ് മാറുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും വേറെ ഒരു ദഹന പ്രക്രിയ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ ലിവാഗൈന്റെ സിറപ്പും കൂടി എടുത്ത് കുടിച്ചു തുടങ്ങി. അതോടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. ഞാനിത് പറയാൻ കാര്യം, എന്റെ ഒരു സുഹൃത്ത് എന്നേക്കാൾ 1 വയസ്സ് മൂത്തായിരുന്നു. ആള് KSRTC കണ്ടക്ടർ ആയിരുന്നു. ആ സമയത്ത് ഈ വണ്ടിയെ പോകുമ്പോൾ പുള്ളിക്ക് വൈദ്യ സുഖേട് ഉണ്ടാകും എന്ന് പറഞ്ഞു ഒരിക്കൽ ലാസിക് എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തു. ഈ ഗുളിക പിന്നെ പുള്ളി സ്ഥിരമായിട്ട് വാങ്ങിച്ച് കഴിച്ച് 2 കിഡ്നി പുള്ളിയായിട്ട് അടിച്ചുപോയി. നിർഭാഗ്യവശാൽ ഇന്ന് ആള് ജീവിച്ചിരിപ്പില്ല. കാരണം ഈ ഒരു ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ യാതൊരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു 2 കിഡ്നി പോയി ഡയാലിസിസ് ഒക്കെ ചെയ്ത് അവസാനം ഇത് വന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അപ്പൊ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഈ അസുഖങ്ങൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ട്, അത് വാങ്ങിച്ചു ഉപയോഗിക്കുക. പൈസ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൈസ എന്നും വരും പോകും. പക്ഷെ ആരോഗ്യം പോയാൽ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ മരണപ്പെട്ടാലും നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ഒറ്റ വാക്ക എന്നെ ഇതിലേക്ക് തിരിച്ചത്. അപ്പൊ ഇന്ന് പിന്നെ വൈഫിന് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈറോയിഡിന്റെ നല്ല കൂടിയ ഒരു അവസ്ഥയിലായിരുന്നു. 125ന്റെ ടാബ്ലറ്റ് ഓരോ തവണ ചെല്ലുമ്പോൾ 25 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് കൂട്ടി കൊടുക്കുക. അങ്ങനെ 25 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് കൂട്ടി കൊടുക്കുന്ന ഒരു അവസ്ഥയെന്ന് കൃത്യമായിട്ട് ആ ടാബ്ലറ്റ് നിർത്താനും ഇന്ന് യാതൊരു പ്രശ്നമില്ലാതെ തൈറോയിഡിന്റെ യാതൊരു പ്രശ്നമില്ല, പീരീഡ് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായി. ഇനി ഒരൊറ്റ കാര്യമാണ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ മോള് ഇപ്പൊ ഫ്രാൻസിൽ പഠിക്കാൻ പോയി. അവർക്ക് സമയം വളരെ കുറവാണ്. അവിടെ പഠിത്തം കൂടുതലും ടൈം കുറവാണ്. നമുക്ക് രാവിലെ തന്നെ പോകണം, വൈകുന്നേരം വരെ ജോലി പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം സജി സാറ് പറയുന്ന പോലെ സ്പൈറൽനാഗോൾഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അവളെ ഒത്തിരി രക്ഷിച്ചു. കാരണം നല്ല രീതിയിൽ സ്പൈറൽനാഗോൾഡ് ഞാൻ ഇവിടുന്ന് കൊടുത്തു വിടുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കുന്നുണ്ട്. യാതൊരു ക്ഷീണവും ഇല്ല. പക്ഷെ പുള്ളി ഭക്ഷണം കഴിക്കുന്ന അതേ കണ്ടീഷനിൽ, അതായത് ഭക്ഷണമൊക്കെ ഒത്തിരി സ്കിപ്പായി പോകുന്നുണ്ട്. യാതൊരു മെലിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ നല്ല എഫക്റ്റീവായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി പുള്ളി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പൈറൽനാഗോൾഡ് വാങ്ങിച്ച് എല്ലാവരും കഴിച്ചു നോക്കും. അതിന്റെ വ്യത്യാസം അറിയാം. നമ്മുടെ പ്രോഡക്റ്റ് ഓരോന്ന് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പ്രോഡക്റ്റ് ആണ് നമ്മളെ ഈ ബിസിനസ്സിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന. ബിസിനസ് നന്നാകുമ്പോൾ നമുക്ക് വരുമാനം നേടാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് സമയം 7:55 ഇനിയിപ്പോ ലീഡേഴ്സിലേക്ക് പോകേണ്ട സമയമായി. ഏതായാലും എന്നെ ഈ അവസരം കാണിച്ചു തന്ന് ഇത്രയും എന്നെ മാർഗനിർദ്ദേശമൊക്കെ തന്ന് എന്നെ വളർത്തിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ ശിവകുമാർ സാറ്, സുമേർ സാർ, രോഹിത് സാറ്, അശോകൻ സാറ്, ലേഖമ്മ ഒക്കെയാണ്. അപ്പൊ അവരോടുള്ള നന്ദി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്ഷീണം തോന്നിയാൽ, തളർച്ച തോന്നിയാൽ ഇവരെന്നെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്റെ ഗുരുനാഥന്മാരായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിജി സാറിനും അനിൽ മാഷിനും അതുപോലെ അതിലുപരി സജീവ് ആർക്കൻ സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട്
എന്നെ വിളിച്ച ശിവൻകുട്ടി സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. എനിക്ക് രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ള ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിരക്കുവാണ്. ഏതായാലും എന്നെ വിളിച്ചത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. വളരെ സന്തോഷം. ഒരുപാട് അനുഭവങ്ങൾ ഇല്ല, നമ്മളെ കൈയുടെ മുറിവും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിച്ച് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും സാറിന് ഞങ്ങളുടെ എല്ലാം പേരുള്ള നന്ദി അറിയിക്കട്ടെ. നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം സഹകരണമാണ് ഇത് വിജയിക്കുന്നത്. നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ ഈ ഒരു ബിസിനസ്സിലും രാവിലത്തെ പ്രോഗ്രാമിലും. അപ്പം ആളുകളൊക്കെ വളരെ അതിനോട് വളരെ സഹകരിച്ച് മ്യൂട്ടൊക്കെ മാറ്റാതെ ഉണ്ട്. അതിനെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക്, നമ്മുടെ ലീഡേഴ്സിന്റെ വാക്കുകളിലേക്കാണ് പോകുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടം വരെ നമുക്ക് അനുഭവങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് വന്ന് നമുക്ക് ഇതിനകത്തിലൂടെ ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുന്നതൊക്കെ നമുക്ക് പറഞ്ഞു തരാനുള്ള ആളുകളാണ് ഇനി വരുന്ന ആളുകൾ. അപ്പൊ അതുവരെ നിങ്ങൾ ക്ഷമയോടെ ഒന്നിരിക്കുക. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ വാക്കുകളൊക്കെ കേട്ട ശേഷം മാത്രം ഇറങ്ങി പോവുക. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന് ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ NTC ലീഡർ ഡേവിസ് കെ മാത്യു സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഡേവിസ് സാർ. ഓക്കെ, താങ്ക് യു ശിവൻകുട്ടി സാർ. 2075 ദിവസത്തെ പുണ്യം പ്രോഗ്രാം അതിഗംഭീരമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച ശാന്തതയുടെയും സൗമ്യതയുടെയും നിഷ്കളങ്കതയുടെയും ഒക്കെ പര്യായമായി LV ബിസിനസ് ഗ്രൂപ്പിന്റെ മാതൃകയായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിനും ഫാമിലിക്കും ടീമംഗങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിച്ചു. ആദ്യത്തെ മാഡം പറഞ്ഞ പോലെ എനിക്ക് ആദ്യ ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോൾ മുട്ടുവേദന എനിക്ക് കൂടിയ സമയത്ത് ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, ആദ്യ സമയത്ത് ഇതൊന്ന് കൂടും, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് കഴിഞ്ഞോളൂ അല്ലെ. ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് പുറകെ കൊടുത്ത സമയത്ത് അത് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുവാൻ സാധിച്ച കാര്യം മാഡം പറയുകയുണ്ടായി. രണ്ടാമത് നമ്മുടെ സജി സാറ് പറഞ്ഞത് ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങൾ ഒരു സംഭവമൊക്കെ നമ്മുടെ മുൻപിൽ എന്നാ പറയുന്നത്, ഒരു സിനിമാ കഥ പോലെ വിവരിക്കുന്ന ആ ഒരു അനുഭവം വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ അനുഭവം വെച്ചു. ഒപ്പം തന്നെ അമ്മ നിലവിളക്കുമായിട്ട് വീണ കാര്യമൊക്കെ നമ്മുടെ മുമ്പിൽ അത് സംഭവിച്ചതിന് സംഭവമായിട്ട് അദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു കാര്യം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ക്ലാസ്സും എടുക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം, ഈ ഉൽപ്പന്നങ്ങളുടെ മഹാത്മ്യം എങ്ങനെ പറയാവോ അതിനെക്കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ കോവിഡിന്റെ സമയത്ത് കവചപ്രാശ ഉപയോഗിച്ച് ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഇവരെല്ലാവരും ഉപയോഗിച്ചു. അമ്മാവൻ കവചപ്രാശ ഉപയോഗിച്ചില്ല. അദ്ദേഹം 10 ദിവസത്തെ ആ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖം 10 ദിവസം മരണമടഞ്ഞു പോയെന്നുള്ള ആ ഒരു സങ്കടപ്പെടുത്തുന്ന, ഒരുപക്ഷെ ആ കവചപ്രാശ ഉപയോഗിച്ചിരുന്നെങ്കിൽ കോവിഡിന്റെ സമയത്തേക്ക് ഒരുപാട് ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ച ഒരു ഉൽപ്പന്നമായിരുന്നു നമ്മുടെ കവചപ്രാശ്. ആ കാര്യങ്ങൾ 42 സ്റ്റിച്ചിട്ട കൈയുടെ മുറിവ്, ആഴത്തിലുള്ള മുറിവ് നമ്മുടെ 95 ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് റെഡിയായ കാര്യമൊക്കെ ലൈവായിട്ടൊക്കെ കാണിച്ച സമയത്ത് അതൊക്കെ വലിയൊരു ഓർമ്മപ്പെടുത്തുന്നു. ഇവർക്ക് ഹൃദയം നിറഞ്ഞു പറയുന്ന അനുഭവങ്ങൾ. അത് കേട്ട സമയത്ത് നമ്മുടെ എത്രയോ ബന്ധുമിത്രാദികളും എത്രയോ സുഹൃത്തുക്കളും ഒക്കെ ഇതുപോലുള്ള വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ വിവിധ ജില്ലകളിലെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ വാർഡിൽ എത്ര ആളുകൾക്ക് അറിയാം സ്നേഹമുള്ളവരെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് അല്ലെ. നമ്മുടെ വാർഡിൽ ഒരു 100-300 വോട്ടർമാരുള്ള ഒരു വാർഡില്, ഒരു ഒറ്റ വാർഡിൽ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാവുന്ന, നമ്മുടെ പേസ്റ്റിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, നമ്മുടെ കവചപ്രാശിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വൂഡ് ഹീലിങ്ങിനെ കുറിച്ചോ റോൾ ഓൺ ഇങ്ങിനെ കുറിച്ച് അറിയാവുന്ന എത്ര ആളുകളുണ്ട്. ഒന്ന് ചിന്തിച്ചു. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, ആർക്കും ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, വെറുതെ പറയുന്ന, ചുമ്മാ ഒന്ന് എടുത്തു നോക്കുന്ന നിങ്ങളുടെ വാർഡിൽ എത്ര ആളുകൾക്ക് അറിയാം ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ കേട്ടതിന്റെ വെളിച്ചത്തിൽ എന്താണ്, എത്ര ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാക്കുപുണ്യം പ്രോഗ്രാമിന്റെ വിജയം. എല്ലാവരെയും അനുഭവങ്ങൾ ഉപയോഗിച്ച് ഓരോരുത്തരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇപ്പൊ മഴക്കാലമാണ്, എങ്ങനെ പുറത്തിറങ്ങും സാറേ? ഇന്ന് മഴയല്ലേ, എങ്ങനെ പുറത്തിറങ്ങും? മഴക്കാലമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിതരണം ചെയ്യുവാനും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് ഉള്ള മനസ്സിലാക്കാം. കാരണം ജലജന്യ രോഗങ്ങളും അതുപോലെ മഴക്കാല രോഗങ്ങളും ഒക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കവചപ്രാശ് ഒരു കുടുംബത്തിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ഈ പ്രഭാത മീറ്റിംഗ് കേട്ടതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ, MRPക്ക് ആ ഉൽപ്പന്നം കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 475 രൂപ നമുക്ക് വരുമാനം വാങ്ങിക്കാനും കൂടെ സാധിക്കുന്ന ഒരു അവസരവും ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും നമുക്ക് വേണ്ട പരിപോഷണം